ടെലിവിഷൻ ഷോയിലൂടെ അരങ്ങേറ്റം കുറിച്ച് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളായി മാറിയ ആളാണ് ഷംന കാസിം. എന്നിട്ടും എന്ന മലയാള സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തുന്നു. ഇന്ന് തെലുങ്ക്, കന്നഡ, തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഒഴിച്ചുകൂടാനാകാത്ത നടിയായി ഷംന മാറി. പൂർണ്ണ എന്ന പേരിലാണ് മറ്റിടങ്ങളിൽ ഷംന അറിയപ്പെടുന്നത്. അമ്മയായ ശേഷം ചെറിയ ഇടവേള കഴിഞ്ഞ് കരിയറിൽ വീണ്ടും സജീവമാവുകയാണ് ഷംന കാസിം. തമിഴ് ചിത്രം ഡെവിളാണ് ഷംനയുടെ പുതിയ സിനിമ. സംവിധായകൻ മിഷ്കിൻ്റെ സഹോദരൻ ആദിത്യയാണ് ഡെവിൾ സംവിധാനം ചെയ്യുന്നത്. കരിയറിനൊപ്പം കുടുംബജീവിതത്തിനും ഷംന ഇന്ന് പ്രാധാന്യം നൽകുന്നു. ഷാനിദ് ആസിഫ് അലി എന്നാണ് ഷംനയുടെ ഭർത്താവിൻ്റെ പേര്. 2022 ഇവരുടെ വിവാഹം. ഭർത്താവിനെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ഷംന ഇപ്പോൾ. ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് ഷംന മനസ്സ് തുറന്നത്. ആരുടെ സ്വപ്നത്തിൽ പോകാനാണ് ഇഷ്ടമെന്ന ചോദ്യത്തിന് മറുപടി നൽകവെയാണ് ഷംന ഭർത്താവിനെക്കുറിച്ച് പരാമർശിച്ചത്. ഭർത്താവ് ഉറങ്ങിയാൽ ഭൂമി കുലുക്കം വന്നാൽ പോലും അറിയില്ല. ജീവിതത്തിൽ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ബെഡിൽ ഞാൻ തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും ഉറങ്ങും. പിന്നെ എന്ത് സംഭവിച്ചാലും അദ്ദേഹം അറിയില്ല. ഭർത്താവിൻ്റെ സ്വപ്നത്തിലേക്ക് ചെന്നാലും അദ്ദേഹം എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ലെന്ന് ഷംന കാസിം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സംവിധായകൻ മിഷ്കിനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ഷംന കാസിം സംസാരിച്ചു. ഫ്രണ്ട്ഷിപ്പിനും മുകളിലുള്ള ബന്ധമാണത്. അദ്ദേഹം പറഞ്ഞതുപോലെ ജീവിതത്തിൽ കുറച്ചു പേരുമായി മാത്രമേ നമ്മൾ വളരെ അടുക്കൂ. ആ ബന്ധത്തിന് ഒരു പേര് വെക്കാനാവില്ല. ആ സ്നേഹത്തെ ഒരുപാട് പേർ തെറ്റായി എടുക്കും. ഒരുപാട് പേർ എന്നെയും മിഷ്കിൻ സാറിനെ പറ്റിയും തെറ്റായി സംസാരിച്ചിട്ടുണ്ട്. പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഒറ്റയ്ക്കാണ്. കല്യാണം കഴിച്ചില്ലെങ്കിൽ പോലും നല്ലൊരു പെൺകുട്ടി അടുത്തുണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഭർത്താവിന് ജീവിതത്തിൽ ഞാൻ എത്രമാത്രം പ്രധാനമാണെന്ന് എനിക്കറിയാം. 5 ദിവസത്തേക്ക് ഷൂട്ടിന് വരുമ്പോൾ അദ്ദേഹം എത്രമാത്രം എന്നെ മിസ് ചെയ്യുന്നെന്നും എന്തിനെല്ലാം എന്നെ ആശ്രയിക്കുന്നെന്നും എനിക്കറിയാം. ഒരു പുരുഷന് സ്ത്രീയെ ആവശ്യമാണ്. സ്ത്രീകളില്ലെങ്കിലും ജീവിക്കാമെന്ന് ചിലർ പറയും. പുരുഷൻ വേണ്ടെന്ന് ചില സ്ത്രീകളും പറയും. പക്ഷേ ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് പങ്കാളിയെ ആവശ്യമാണ്. അത് ഭർത്താവായിരിക്കാം, ചിലപ്പോൾ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം. അത് വളരെ പ്രാധാന്യമാണെന്നും ഷംന കാസിം വ്യക്തമാക്കി. കരിയറിന് ഭർത്താവ് നൽകുന്ന പിന്തുണയെക്കുറിച്ചും ഷംന കാസിം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിന്തുണയുള്ളത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. കല്യാണം എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. കാരണം ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കളിൽ പലരും ഡിവോഴ്സായി. അവർക്കിടയിൽ പ്രശ്നം വരാൻ കാരണം വർക്കായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ പോകുമെന്ന് പറയുമെന്നല്ലാതെ അവസാനം നമ്മൾ സിനിമയിലേക്ക് തിരിച്ചെത്തും. ഡാൻസും സിനിമയും മാത്രമേ എനിക്കറിയൂ. എനിക്ക് ഇൻഡിപെൻഡൻ്റായി ജീവിക്കണമെന്നത് പ്രധാനമായിരുന്നു. ഇപ്പോൾ പോലും ഭർത്താവിൻ്റെ അടുത്ത് പോയി എനിക്കത് വാങ്ങി തരണമെന്ന് പറയാറില്ല. എന്തുകൊണ്ട് എന്നോട് പറയുന്നില്ലെന്ന് അദ്ദേഹം ഇടയ്ക്ക് ചോദിക്കും. പക്ഷേ അദ്ദേഹത്തിനറിയാം, എൻ്റെ അമ്മയെപ്പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഭർത്താവാണ്. ഒരു മുസ്ലിമിനെ വിവാഹം ചെയ്ത് ദുബായിലേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ ഞാൻ കണ്ടത് ജീവിതത്തിലെ ഏറ്റവും നല്ല വ്യക്തിയെയാണെന്നും ഷംന കാസിം വ്യക്തമാക്കി. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.